സാംസങ്ങിന്റെ സാംസങ് ഗാലക്സി ടാബ് A9 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി ടാബ് A9 എന്ന ടാബിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 8.7 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. HD റെസൊല്യൂഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1340x800 എന്ന റെസൊല്യൂഷനിലാണ് ഈ ഒരു ടാബ് വരുന്നത്. ഇത് അത്ര മികച്ചൊരു റെസൊല്യൂഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ടും പറയാൻ പറ്റില്ല. എന്തായാലും അത്ര മികച്ച റെസൊല്യൂഷൻ ഒന്നും ഈ ഒരു ടാബിൽ വരുന്നില്ല. LCD പാനലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ടാബിൽ കൂടി റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മാത്രമേ ഈ ടാബിൽ വരുന്നുള്ളൂ. വിലയും അതിനനുസരിച്ചിട്ട് 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. പിന്നെ ടാബിന്റെ വെയിറ്റ് വരുന്നത് 366 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 6.94 mm ആണ്. ഈ ഒരു ടാബിന്റെ ഡാർക്ക് ബ്ലൂ, ഗ്രേ, സിൽവർ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekന്റെ helio G99 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ടാബുകളുടെ കാര്യത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ടാബിന്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഒരു ടാബിൽ 4GB റാമും 64GB ഇന്റേണലും ആണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AKG ട്യൂൺ ചെയ്തിട്ടുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ടാബിൽ വരുന്നത്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാപിക്സൽ സെൻസറാണ് ടാബിന്റെ പിന്നിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 2 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 മെഗാപിക്സലേ കൊടുത്തിട്ടുള്ളൂ. ഒരു 5 മെഗാപിക്സലെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ടാബാണ്, ക്യാമറ എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5100 mAh ബാറ്ററി ഈ ടാബിൽ വരുന്നുള്ളൂ. ടാബായിട്ടും 5100 mAh കൊടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ 15 വാട്ടിന്റെ ചാർജിങ് സ്പീഡാണ് വരുന്നത്. പിന്നെ ഈ ടാബിന്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല, അത് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി സെറ്റപ്പ് അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി കൊടുക്കായിരുന്നു. ചാർജിങ് സ്പീഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് പറയാം. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷന്റെ വില വരുന്നത് 15,999 രൂപയാണ്. ഒക്ടോബർ 18 മുതലാണ് ഈ ടാബിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ SBIയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ്. നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ടാബ് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും സാംസങ് ഗാലക്സി ടാബ് A9 എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.